LDF എലവഞ്ചേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി നടത്തി. തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുന്നു. ഉദ്ഘാടന പരിപാടിയിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും സ്നേഹപൂർവ്വം റാലി CPM നേതാവ് ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ മാങ്കുട്ടത്തിനെ പോലെയുള്ള മാഫിയകളാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നതെന്നും ഇനിയും 2-3 ആളുകൾ കൂടി കോൺഗ്രസിൽ നിന്ന് പുറത്തുപോകാനുണ്ടെന്നും സരിൻ പറഞ്ഞു. ഈ ജില്ലയുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ മുന്നിലിരിക്കുന്ന ഈ ജനഭൂരിപക്ഷത്തിന്റെ മുഴുവൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ്, അവസര സമത്വത്തിന്റെ രാഷ്ട്രീയമാണ്. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ തുല്യ പരിഗണനയാണ്. അതിന് ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസമില്ല എന്ന് പഠിപ്പിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തിയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തിനെ ഈ 11-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യവും ഉത്തരവാദിത്വമൊക്കെ. നമ്മൾ 3 ആഴ്ചക്കാലത്തിലേറെയായി നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിന്റെ ഭാഗമായി വീടുകൾ തോറും കയറിയിറങ്ങി ജനങ്ങളെ 2-3 ആവർത്തി കണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എതിരാളികളോ ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ ചെറിയ ഉഷാറൊക്കെ കാണിച്ചിരുന്നു. ആ ഉഷാർ കഴിഞ്ഞ 8-10 ദിവസമായിട്ട് ഏകദേശം അവസാനിച്ച മട്ട. എന്തിനാപ്പം മത്സരിക്കണമെന്നാണ്. അതിനേക്കാളിലൊക്കെ രസം ഇവർക്ക് വീടുകളിൽ കയറി ചെല്ലുമ്പോ ഒരു മനസാക്ഷി കുത്ത. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും UDF എന്ന് പറയുന്ന മുന്നണിയും ഒക്കെ ഇവിടുത്തെ 15 വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കാലങ്ങളായി ഒരു ആചാരം പോലെ, ഒരു ഉപചാരം പോലെയാണ് അത് നടക്കുന്നത്. കാരണം ഇലക്ഷൻ അടുക്കുമ്പോൾ കോൺഗ്രസ് ആവുക എന്നുള്ളതല്ല ഒരുപക്ഷെ പൊതുപ്രവർത്തകരിൽ നിന്ന് ഈ നാട് ആഗ്രഹിക്കുന്നത്. ജയിച്ചാലും തോറ്റാലും ജനങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, നേരുണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും പ്രകടിപ്പിക്കാനാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഇവിടുത്തെ ജനത എല്ലായ്പ്പോഴും ആവശ്യപ്പെട്ടിരുന്നത്. AK അജിത് കുമാർ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ചെന്താമരാക്ഷൻ, K ബാബു MLA, ഏരിയ സെക്രട്ടറി K പ്രേമൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ TM ശശി, സരിത, AK അനിൽകുമാർ, M സുരേന്ദ്രൻ, K ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ് പാലക്കാട്.